ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ക്യാമറമാൻമാരും ഇതിൻ്റെ ഷോയുടെ ഡയറക്ടറൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളാണ്. ഇവർക്ക് പോലും അറിയാത്ത ആരെങ്കിലും ഒരാളുടെ ഒരു പേര്, ജീവിച്ചിരിക്കുന്ന ആളോ മരിച്ചുപോയ ആളോ ഒരു വ്യക്തിയുടെ പേരൊന്ന് മനസ്സിൽ വിചാരിക്കണം. പെട്ടെന്ന് തന്നെ വിചാരിച്ചു. ആ പേരിൻ്റെ ആദ്യത്തെ ലെറ്റർ ഒന്ന് റിപ്പീറ്റ് ഇങ്ങനെ മനസ്സിലൊന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാമോ? ഒരു നോട്ട്ബുക്കാണ് എൻ്റെ കയ്യിൽ. അപ്പോൾ മനസ്സിൽ വിചാരിച്ച പേര് എഴുതട്ടെ. ആ പേര് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും പേരിനോട് സാമ്യമുള്ള പേരാണോ? അല്ല. ആരാണ് ഫൈസി? ആരാണ്? ബ്രെയിനിൽ കയറി നമുക്ക് പണിയെടുത്ത് എന്തും ചെയ്യാം. നമ്മളിപ്പോൾ ഒരാളെ വിളിച്ചിട്ട് അയാളുടെ പ്രിയപ്പെട്ട മരിച്ചുപോയ ഒരാളെ നമ്മൾ മുൻപിൽ നിൽക്കുന്ന ഒരാൾ അതാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു എഫക്റ്റ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിതിന് വിധേയനായിട്ടുണ്ട്. ഇപ്പോഴും കൊല്ലം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ പോയ സമയത്ത് എന്നെ ഹിപ്നോസിസിന് വിധേയനാക്കി എന്നെ വീഴ്ത്തി കളഞ്ഞിട്ടുണ്ട് ഒരാൾ. ഇല്ലല്ല, സിദ്ധനായിട്ടിരിക്കുന്ന ഒരാൾ. അയാൾ എല്ലാവരുടെയും ഈ ഇതൊക്കെ പരിഹാരം കാണുന്ന ഒരാളാണെന്ന് പറഞ്ഞു. ബട്ട് എനിക്കതിൽ വിശ്വാസം ഉണ്ടായില്ല. ബട്ട് പോയിരുന്ന അയാൾ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടും എന്നെ അയാൾക്ക് വീഴ്ത്താൻ സാധിച്ചില്ല. പക്ഷെ അവസാനം അയാൾ ഒരു എന്താ പറയുക, ഒരു ഷോക്ക് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഉണ്ട് അതിനകത്ത്. പെട്ടെന്ന് തന്നെ ഒരു നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് തന്നെ നമുക്ക് ബാലൻസിങ് അൺബാലൻസിങ് ആവുകയും ഈ 2025 ഒരു പുതിയൊരു ഷോ ഡിസൈൻ ചെയ്തു. ഈ ട്രിക്സ്മാനിയ എന്ന് പറയുന്ന മെന്റലിസം ഷോയും ടൈം ട്രാവൽ എന്ന് പറഞ്ഞ മെന്റലിസം ഷോയും ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് ട്രിക്സ്മാനിയ 2.0 എന്ന് പറഞ്ഞിട്ടൊരു ഷോയാണ്. അതാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ വളരെ കുറച്ച് ഷോസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നെക്സ്റ്റ് കേരളത്തിലുള്ളത് ഒക്ടോബർ 18 അത് ചവറ കൾച്ചറൽ സെന്ററിലാണ് ആ പ്രോഗ്രാം നടക്കുന്നത്. അതിനുശേഷം പിന്നെല്ലാം വിദേശത്ത് തന്നെയാണ്. അപ്പോൾ കേരളത്തിൽ ആകെ ആ ഒരു ഷോ മാത്രമാണുള്ളത്. മരിച്ചുപോയ ഒരാളെ ഇതുപോലെ കണ്ടതിന് ശേഷം പിന്നീട് ട്രോമയിലൂടെ പോയ ആരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന പരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അധ്യാപകൻ ഇതേ രീതിയിൽ 1000-2000 രൂപ കൊടുത്ത് ഹിപ്നോട്ടിസം പഠിക്കാൻ പോകുന്നു. അദ്ദേഹം അത് പഠിച്ചു വന്നിട്ട് അദ്ദേഹം അത് അപ്ലൈ ചെയ്ത് അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസിന്റെ മുമ്പിലാണ്, കുട്ടികളുടെ മുമ്പിലാണ്. അപ്പോൾ അതിൽ ഒരു കുട്ടി, ഫാദർ മരിച്ചുപോയ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയെ ഇതേ രീതിയിൽ അവതരിപ്പിച്ച് മുൻപിലിരിക്കുന്ന മറ്റൊരാളെ തന്റെ മരിച്ചുപോയ പിതാവായിട്ട് ഇദ്ദേഹം കുറച്ച് സമയം കൺഫ്യൂസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയി ആ കുട്ടിയെ അതേ രീതിയിൽ ആ കുട്ടിക്ക് അനുഭവപ്പെടുകയും ചെയ്തു. പക്ഷെ പിന്നീട് ആ കുട്ടി രാത്രി വീട്ടിൽ ചെന്നതിന് ശേഷം ഇപ്പോൾ ആ കുട്ടിക്ക് വീട്ടിൽ എന്താ പറയുക, ഇരുട്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാത്രി ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മുറിയിൽ നിന്ന് അപ്പുറത്തേക്ക് പോകാൻ ഭയം, അല്ലെങ്കിൽ ആ എന്താ പറയുക ഒരു ട്രോമ പോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് പോയി അവരവിടെ ഉണ്ട് എന്നുള്ളൊരു തോന്നലിൽ ആയിപ്പോയി. ട്രിക്സ് ആണെന്ന് പറഞ്ഞിട്ട് നിസ്സാരമായിട്ട് കാണരുത്. ഇതിന്റെ പിന്നിൽ 10-22 വർഷത്തെ കഷ്ടപ്പാടുണ്ട് എൻ്റെ ഒരു ഷോയുടെ പിന്നിൽ. അതുപോലെ ഓരോ മെന്റലിസ്റ്റുകളും പെർഫോം ചെയ്യുമ്പോൾ അവർ ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളെ എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി അവരത് അവതരിപ്പിക്കുന്നതാണ്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹലോ ആൻഡ് വെൽക്കം ടു ലൈഫ് നെറ്റ് TV. ഇറ്റ്സ് മീ നൂർജഹാൻ. ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മെന്റലിസ്റ്റ് ഫാസിൽ ബഷീറാണ്. വെൽക്കം. അപ്പോൾ ഈ മെൻ്റലിസം എന്ന് പറയുമ്പോൾ മെൻ്റലിസ്റ്റ് ആയിട്ടുള്ള ഒരാളെന്ന നിലയിൽ എല്ലാവർക്കും കാണുമ്പോൾ ഒരുപാട് ഡൗട്ട്സ് ആയിരിക്കും അല്ലേ? ഈ ഡൗട്ട്സ് കേട്ട് മടുത്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇപ്പം കുറച്ചുകൂടെ കുറവാണ്. തുടങ്ങിയ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2015 കാലഘട്ടമാണ് ആരംഭിച്ചത്. ആ സമയത്ത് ആദ്യം എന്താണ് മെൻ്റലിസം എന്ന് പറഞ്ഞു കൊടുക്കാൻ കുറേ ബുദ്ധിമുട്ടി. കാരണം ആ സമയത്ത് മെൻ്റലിസ്റ്റ് ആണ് അല്ലെങ്കിൽ മെൻ്റലിസം ആണ് പെർഫോം ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് മെൻ്റലിസമോ, എന്ത് മെൻ്റലിന് ട്രീറ്റ് ചെയ്യുന്നതാണോ എന്നാണ് ആദ്യം ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആളുകൾക്ക് അറിയില്ലായിരുന്നു. പിന്നീട് ഈ ഒരു കോവിഡിന് ശേഷമാണ് ശരിക്കും കേരളത്തിൽ എല്ലാവരും ഈ മെൻ്റലിസം എന്നുള്ള ഒരു കല അറിഞ്ഞു തുടങ്ങിയത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ പേഴ്സണലി ഇപ്പോൾ എൻ്റെ ഒരു മരണപ്പെട്ടു പോയൊരു റിലേറ്റീവിനെയൊക്കെ എൻ്റെ കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പല ഇമോഷൻസ് ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഈ പബ്ലിക്കിൽ ഇറങ്ങി ഇങ്ങനെ ചെയ്യുന്നത് പല ഏജ് ഗ്രൂപ്പുള്ള ആളുകളുടെ മുന്നോട്ട് കാണിക്കുന്നത്, പലരും ഭയങ്കര ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് ആവുന്നത് കണ്ടിട്ടുണ്ട്, പൊട്ടിക്കരയുന്നത്. അതുപോലെ ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പുലി ഇറങ്ങുന്നത് എന്തോ, അപ്പോൾ അയാൾ ഓടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്വിച്ചിട്ട പോലെ ഇങ്ങനെ കൊണ്ടുവരുന്നതാണ് കാണുന്നത്. അതേപോലെ വീണ്ടും ഒരു സ്നാപ്പിൽ ഇത് അവിടെ അവസാനിക്കും. ഇവരുടെ മൈൻഡിൽ ഇതങ്ങനെ പോവുമോ? പിന്നീട് അതിനെന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുമോ? ഇത് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം മുൻപ് ഞാൻ ഇത്തരത്തിലുള്ള കുറച്ച് എഫക്റ്റുകൾ ചെയ്തിരുന്നതാണ്, സ്റ്റേജിലൊക്കെ ചെയ്തിരുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പക്ഷേ ഇന്നിപ്പോൾ വളരെ മൈൽഡായിട്ടുള്ള എഫക്റ്റുകൾ മാത്രമാണ് ഹിപ്നോട്ടിസത്തിൽ കേട്ടോ. മെൻ്റലിസം ഒരു ഷോയിൽ ഹിപ്നോട്ടിസം കൂടെ ഭാഗമാകുമ്പോൾ വളരെ മൈൽഡായിട്ടുള്ള എഫക്റ്റുകൾ മാത്രമാണ് ഇന്നിപ്പോൾ അവതരിപ്പിക്കാറ്. എല്ലാവരും ഒരേ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളല്ല. നമ്മളിപ്പോൾ ഒരാളെ വിളിച്ചിട്ട് അയാളുടെ പ്രിയപ്പെട്ട മരിച്ചുപോയ ഒരാളെ നമ്മൾ മുൻപിൽ നിൽക്കുന്ന ഒരാൾ അതാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു എഫക്റ്റൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ബ്രെയിനിൽ കയറി നമുക്ക് പണിയെടുത്ത് എന്തും ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സത്യത്തിൽ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിദ്ധന്മാർ, ആൾദൈവങ്ങളെന്ന് വിശേഷിപ്പിച്ചിരുന്ന ആളുകൾ അവരുടെ ഭക്തർക്ക് മുമ്പിൽ അവർ അവതരിപ്പിച്ചിരുന്നത് ഇത്തരം ഹിപ്നോട്ടിസത്തിൻ്റെയും ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്തിയാണ് അവർക്ക് സിദ്ധി ഉണ്ടെന്നൊക്കെ വരുത്തി തീർത്തിരുന്നത് എങ്ങനെയാണ്. ഞാനിതിന് വിധേയനായിട്ടുണ്ട്. ഇപ്പോഴും കൊല്ലം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ പോയ സമയത്ത് എന്നെ ഹിപ്നോസിസിന് വിധേയനാക്കി എന്നെ വീഴ്ത്തി കളഞ്ഞിട്ടുണ്ട് ഒരാൾ. ഞാൻ ഡിഫെൻഡ് ചെയ്യാൻ പോയതാണ്. ഇല്ലല്ല, ഒരു എന്താ പറയുക, ഒരു സിദ്ധനായിട്ടിരിക്കുന്ന ഒരാൾ. അയാൾ എല്ലാവരുടെയും ഈ ഇതൊക്കെ പരിഹാരം കാണുന്ന ഒരാളാണെന്ന് പറഞ്ഞു. ബട്ട് എനിക്കതിൽ വിശ്വാസമൊന്നും ഉണ്ടായില്ല. ബട്ട് പോയിരുന്ന അയാൾ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടും എന്നെ അയാൾക്ക് വീഴ്ത്താൻ സാധിച്ചില്ല. പക്ഷെ അവസാനം അയാൾ
എന്താ പറയുക, ഒരു ഷോക്ക് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഉണ്ട് അതിനകത്ത്. പെട്ടെന്ന് തന്നെ ഒരു പുഷ് ചെയ്യണം നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് തന്നെ നമുക്ക് ബാലൻസിങ് അൺബാലൻസിങ് ആവുകയും നമ്മൾ മറിഞ്ഞു വീഴുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇത്തരം ഒരുപാട് മെത്തേഡുകളിലൂടെ നമ്മുടെ ബ്രെയിനിൽ കയറി ഇതേ രീതിയിൽ നമ്മളൊരു കൺഫ്യൂസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മളെ കൊണ്ട് പലതും പറയിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ പേര് മറന്നു പോകും, മുൻപിൽ നിൽക്കുന്ന ആളെ മറ്റൊരാളായിട്ട് തോന്നിപ്പിക്കാം. ഇതെല്ലാം കുറച്ച് സമയത്തേക്ക് മാത്രമാണത്. പക്ഷെ നമ്മളിങ്ങനെ ചെയ്യുന്ന ഒരു സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് വരാം. കാരണം എല്ലാവരും ഒരേ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളല്ല. അപ്പോൾ ചില ആളുകൾക്ക് പിന്നീട് ഒരു ട്രോമ പോലെയുള്ള ബുദ്ധിമുട്ടിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. തള്ളിക്കളയാൻ പറ്റില്ല. നിരവധി പരാതികൾ അങ്ങനെ എൻ്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനൊന്നും പരാതി പരിഹരിക്കുന്ന ഒരാൾ ഞാനൊന്നുമില്ല. എനിക്കിപ്പോൾ ഒരു വീഡിയോയിലൂടെ ഇത് പറയാൻ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് എന്തായാലും കുറച്ച് എന്തെങ്കിലും നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് കുഞ്ഞ് 1-2 ട്രിക്സ് കാണിക്കാൻ പറ്റുമോ? പക്ഷെ ട്രിക്സ് എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് കാണരുത്. ഞാനത് ആളുകൾ തെറ്റിദ്ധരിക്കാതിരിക്കുന്നതിന് വേണ്ടി ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ പിന്നിൽ 10-22 വർഷത്തെ കഷ്ടപ്പാടുണ്ട് എൻ്റെ ഒരു ഷോയുടെ പിന്നിൽ. അതുപോലെ ഓരോ മെന്റലിസ്റ്റുകളും പെർഫോം ചെയ്യുമ്പോൾ അവർ ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി അവരത് അവതരിപ്പിക്കുന്നതാണ്. ട്രിക്സ് ആണെന്ന് പറഞ്ഞിട്ട് നിസ്സാരമായിട്ട് കാണരുത്. ഓക്കെ, നമുക്ക് ചെയ്യാം. നൂർജഹാൻ എന്നല്ല പേര് പറഞ്ഞു. ഓക്കെ, നൂർജഹാൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന, അല്ലെങ്കിൽ വേണ്ട, അത് ഫുൾ ബ്ലാങ്ക് ആയിക്കോളൂ. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ക്യാമറമാൻമാരും ഇതിൻ്റെ ഷോയുടെ ഡയറക്ടറൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളാണ്. ഇവർക്ക് പോലും അറിയാത്ത ആരെങ്കിലും ഒരാളുടെ ഒരു പേര്, നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും ഒരാളുടെ ഒരു പേര്, ആരും ആവാം, ജീവിച്ചിരിക്കുന്ന ആളോ മരിച്ചുപോയ ആളോ ആരും ആവാം. ഒരു വ്യക്തിയുടെ പേരൊന്ന് മനസ്സിൽ വിചാരിക്കണം. ഞാൻ പറയാം. റെഡിയാണോ? വിചാരിച്ചോ? പെട്ടെന്ന് തന്നെ വിചാരിച്ചു. ഓക്കെ, ആ പേരിൻ്റെ ആദ്യത്തെ ലെറ്റർ ഒന്ന് റിപ്പീറ്റ് ഇങ്ങനെ മനസ്സിലൊന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാമോ? ഓക്കെ, ഇനി ഫുൾ നെയിം മനസ്സിലൊന്ന് റിപ്പീറ്റ് അത് തന്നെ ഒന്ന് പറഞ്ഞിട്ട്. സ്പെല്ല് ചെയ്യണോ അതോ ലിപ്പ് അനക്കണ്ട? അല്ല, സ്പെല്ല് ചെയ്യുന്ന പോലെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ആക്ച്വലി ഇന്നിപ്പോൾ ഞാൻ ഒരു മെൻ്റലിസം പെർഫോമൻസിന് തയ്യാറായിട്ടല്ല വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ നമുക്ക് തന്നതൊരു ചെറിയൊരു ഒരു നോട്ട്ബുക്കാണ് എൻ്റെ കയ്യിൽ. ഇതിൽ എഴുതട്ടെ, ഞാൻ എഴുതട്ടെ. ഇപ്പോൾ മനസ്സിൽ വിചാരിച്ച പേര് എഴുതട്ടെ. നിങ്ങൾക്ക് നല്ലൊരു ചിരി വരുന്നുണ്ട് മനസ്സിൽ ആ പേര് പറയുമ്പോൾ. ആ പേര് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും പേരിനോട് സാമ്യമുള്ള പേരാണോ? അല്ല. അതെ. ആണോ? ആദ്യം അല്ല എന്ന് പറഞ്ഞു. ഞാൻ അതെ ആണ്. ഓക്കെ, ഞാനൊന്ന് എഴുതാൻ ശ്രമിക്കാം. പേര് പറയാമോ? ഫൈസി എന്നാണോ മനസ്സിൽ വിചാരിച്ചത്? ആരാണ് ഫൈസി? ആരാണ്? എൻ്റെ അനിയനാ. ഫൈസി എന്നാണോ വിചാരിച്ചത്? അതെങ്ങനെ മനസ്സിലായി? ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആരുടെ അല്ലെന്ന് പറയുമ്പോ ഇവരുടെ ഒക്കെ ഓർത്തത്. പിന്നെ ഫാസിൽ. അയ്യോ, അതെങ്ങനെ കിട്ടി? ഇനി അതിന്റെ ട്രിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പെർഫോം ചെയ്യാനുള്ളല്ലേ. കിളി പോയോ? വെള്ളം കുടിക്കുന്ന. ശരിയായി. നെക്സ്റ്റ് ഇവന്റ് ഏതാണ്? അടുത്ത ഇവന്റ് ആക്ച്വലി ഞാനിപ്പോൾ ശരിക്കും ഒരു 10 വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രിക്സ് മാനിയ എന്ന് പറയുന്ന ഒരു ഷോയാണ്. വിദേശങ്ങളിലേക്ക് വേണ്ടി ഞാനൊരു വലിയൊരു ഷോ ഞാൻ ഡിസൈൻ ചെയ്തിരുന്നു. ടൈം ട്രാവൽ എന്നായിരുന്നു അതിൻ്റെ പേര്. അത് വളരെ എക്സ്പെൻസീവ് ആണ്. നമുക്ക് നാട്ടിൽ കൊണ്ടുവന്നിട്ട് അത് ചെയ്യാൻ സാധിക്കുന്നില്ല. അത്രയും, കാരണം ഒരുപാട് രംഗസജ്ജീകരണങ്ങളും ഒക്കെ ചെയ്യേണ്ട ഒരു ഷോ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ 2025 ഒരു പുതിയൊരു ഷോ ഡിസൈൻ ചെയ്തു. ഈ ട്രിക്സ് മാനിയ എന്ന് പറയുന്ന മെൻ്റലിസം ഷോയും ടൈം ട്രാവൽ എന്ന് പറഞ്ഞ മെൻ്റലിസം ഷോയും ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് ട്രിക്സ് മാനിയ 2.0 എന്ന് പറഞ്ഞിട്ടൊരു ഷോയാണ്. അതാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ വളരെ കുറച്ച് ഷോസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഗൾഫ് ഷോസ് മലയാളികൾക്ക് മുമ്പിൽ തന്നെയാണ്, പക്ഷേ ഗൾഫിലാണ് കൂടുതലും ഷോസ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് കേരളത്തിലുള്ളത് ഒക്ടോബർ 18 അത് ചവറ കൾച്ചറൽ സെൻറ്ററിലാണ് ആ പ്രോഗ്രാം നടക്കുന്നത്. അതിനുശേഷം പിന്നെല്ലാം വിദേശത്ത് തന്നെയാണ്. അപ്പോൾ കേരളത്തിൽ ആകെ ആ ഒരു ഷോ മാത്രമാണുള്ളത്. അത് 2025 ഒക്ടോബർ 18 വൈകിട്ട് 6 മണിക്കാണത് എറണാകുളത്ത്. അപ്പോൾ അത് വരിക എന്തായാലും നമുക്ക് നേരിട്ട് കാണാം, എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഞാനിങ്ങനെ കമൻസ് കാണുമ്പോഴത്തേക്ക് ഒരുപാട് ഇങ്ങനത്തെ വീഡിയോസിനടിയിലൊക്കെ കമൻസ് കാണാറുണ്ട്. എൻ്റെ മരിച്ചുപോയ ഈ ആളെ ഒന്ന് കാണിച്ചു തരാമോ, മോളെ ഇത്ര പ്രായത്തിൽ പോയതാണ്, അപ്പോൾ കാണിച്ചു തരുമോ, അങ്ങനെ ഇഷ്ടം പോലെ. ഇത് ഇത്തരം കമന്റ്സ് ഞാൻ കാണാറുണ്ട്. പക്ഷെ ഇതില് ഞാൻ നേരത്തെ പറഞ്ഞ ചൂഷണം എങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയാം.
സത്യത്തിൽ ഇത് എനിക്കിങ്ങനെ പറയാനേ സാധിക്കൂ. ഞാൻ വീണ്ടും പറയുന്നു, ഇതിൽ ഒരു എന്താ പറയുക, അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനോ അല്ലെങ്കിൽ ഇതിനെതിരെ ആയിട്ട് നമുക്ക് വേറെ കാര്യങ്ങളൊന്നും നിയമപരമായിട്ട് നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് ഒരു എത്തിക്സ് നോക്കുമ്പോൾ തെറ്റാണ്. അത് അതായത് മറ്റൊന്നുമല്ല, പലരും എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടുണ്ട്, ഇൻസ്റ്റയിൽ തന്നെ പല ആളുകളും എനിക്ക് അയച്ചു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ഇവർ കമൻസ് ഇടുകയാണ്. ഇപ്പോൾ നിങ്ങളൊരു കമൻറ്റ് ഇടുകയാണെന്ന് വിചാരിച്ചു, എനിക്ക് എൻ്റെ മരിച്ചുപോയി ഇന്ന ആളൊന്ന് കാണിച്ചു തരാം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഓക്കെ മെസ്സേജ് അയക്കാൻ പറയും. മെസ്സേജ് അയക്കുമ്പോൾ അവർ ആവശ്യപ്പെടുന്നത് 10,000, 15,000, 20,000, 25,000 രൂപയാണ്. അത് കൊടുക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ വീട്ടിൽ വരും, നിങ്ങളെ ഈ സംഭവം കാണിച്ചു തരും എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് സത്യത്തിൽ എന്താ പറയുക, ഒരു അവരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാര്യത്തെ ചൂഷണം ചെയ്യുന്നതായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. മറ്റുള്ള ആളുകൾ എങ്ങനെയാണ് കാണുന്നതെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സത്യത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് എതിരാണ്. മരിച്ചുപോയ ആളുകളെ തന്നെ കാണിച്ചു കൊടുക്കുന്നതിന് ഞാൻ എതിരാണ്. ഞാനത് ഒരിക്കലും ഞാനത് ചെയ്യില്ല. അങ്ങനെ മരിച്ചുപോയ ഇപ്പോൾ പേഴ്സണലി എന്തെങ്കിലും സ്റ്റോറീസ് അറിയോ, ഇത് ഇങ്ങനെ മരിച്ചുപോയ ഒരാളെ ഇതുപോലെ കണ്ടതിന് ശേഷം പിന്നീട് ട്രോമയിലൂടെ പോയാൽ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, കാരണം അത്തരത്തിലുള്ള നിരവധി പരാതികൾ എൻ്റെ അടുത്ത് വന്നിട്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന പരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അധ്യാപകൻ ഇതേ രീതിയിൽ 1,000-2,000 രൂപ കൊടുത്ത് ഹിപ്നോട്ടിസം പഠിക്കാൻ പോകുന്നു. അദ്ദേഹം അത് പഠിച്ചു വന്നിട്ട് അദ്ദേഹം അത് അപ്ലൈ ചെയ്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിൻ്റെ മുമ്പിലാണ്, കുട്ടികളുടെ മുമ്പിലാണ്. അപ്പോൾ അതിൽ ഒരു കുട്ടി, ഫാദർ മരിച്ചു പോയ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയെ ഇതേ രീതിയിൽ അവതരിപ്പിച്ചു. മുൻപിലിരിക്കുന്ന മറ്റൊരാളെ തൻ്റെ മരിച്ചുപോയ പിതാവായിട്ട് ഇദ്ദേഹം കുറച്ച് സമയം ആ കൺഫ്യൂസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയി ആ കുട്ടിയെ അതേ രീതിയിൽ ആ കുട്ടിക്ക് അനുഭവപ്പെടുകയും ചെയ്തു. പക്ഷേ പിന്നീട് ആ കുട്ടി രാത്രി വീട്ടിൽ ചെന്നതിന് ശേഷം ഇപ്പോൾ ആ കുട്ടിക്ക് വീട്ടിൽ എന്താ പറയുക, ഇരുട്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാത്രി ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മുറിയിൽ നിന്ന് അപ്പുറത്തേക്ക് പോകാൻ ഭയം, അല്ലെങ്കിൽ ആ എന്താ പറയുക ഒരു ട്രോമ പോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് പോയി, അവരവിടെ ഉണ്ട് എന്നുള്ളൊരു തോന്നലിൽ ആയിപ്പോയി. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ഒരേ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളല്ലല്ലോ. അപ്പോൾ അതിന് സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ തലവെച്ച് കൊടുക്കുന്ന ആളുകളാണ് ശ്രദ്ധിക്കേണ്ടത്, കാരണം അവരുടെ റിസ്ക്കാണ് സംഭവം. ഞാനിപ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുക. അപ്പം ഈ മെൻ്റലിസ്റ്റുകളെ കാണുമ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, എൻ്റെ മനസ്സ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം. അതായത് അതിന് മുമ്പായിട്ട് കുറച്ച് സ്റ്റെപ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് തന്നെ യൂഷ്വലി ഒരാളുടെ അടുത്തൊരു കോൺവെർസേഷൻ നിൽക്കുന്ന സമയത്ത് അയാളുടെ മനസ്സിലുള്ളത് വായിക്കാൻ പറ്റും. മെൻ്റലിസം സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ഇതൊരു കോൺസെപ്റ്റാണ്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അതായത് നിങ്ങളുടെ മനസ്സ് വായിച്ചു എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്ന ഒരു കല മാത്രമാണ്. നിങ്ങൾ ഫ്രീ ആയിട്ട് ഇപ്പോൾ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തോ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചു, മുൻപിലിരിക്കുന്ന എൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഇനി ഏത് ആളുടെ അടുത്തോ മറ്റാരും ആയിക്കോട്ടെ, ആരുടെ അടുത്തും നിങ്ങൾ പറയാണ് ഞാനൊരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് ഒന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഞാൻ ആദ്യം ഒരു ഇൻപുട്ട് അങ്ങോട്ട് തരും, മീൻസ് ഇന്നൊരു കാര്യം വിചാരിക്കാൻ പറയും. എന്നിട്ട് ഞാൻ കുറേ ചോദ്യങ്ങൾ ചോദിക്കും. അതിൽ നിന്നാണ് നിങ്ങൾ എന്താണ് മനസ്സിൽ വിചാരിച്ചത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തിട്ട് അത് അവതരിപ്പിക്കുകയാണ്. അങ്ങനെ അവതരിപ്പിക്കുന്ന ഒരു കല മാത്രമാണ്. അത്രയും മനസ്സിലാക്കിയാൽ മതി. അതല്ലാതെ നിങ്ങളുടെ ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ആളെ മൊത്തം ഞാനത് എന്താ പറയുക സ്കാൻ ചെയ്തിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ കംപ്ലീറ്റ് പറയുന്ന രീതിയിലല്ല അത് ചെയ്യുന്നത്. പിന്നെ ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് അതൊന്നും ഈ മെൻ്റലിസം ഇതുമായിട്ട് ഒന്നും ബന്ധമൊന്നുമില്ല. പിന്നെ ഈ ബോഡി ലാംഗ്വേജിൻ്റെ കാര്യം ഇപ്പോൾ നേരത്തെ ചോദിച്ചല്ലോ, അതായത് മുൻപിലിരിക്കുന്ന ഒരാളുടെ മൈൻഡ് ഫുള്ളായിട്ട് അറിയാൻ പറ്റുമോ അല്ലെങ്കിൽ ആളെ കൃത്യമായിട്ട് ഫിൽറ്റർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ അത് മെൻ്റലിസം സ്റ്റേഷോയിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ അത് പഠിച്ചെന്നോർത്ത് നല്ലതാണ്. 10ലും അല്ലെങ്കിൽ +2 പഠിക്കുന്ന കുട്ടികൾ പോലും അതൊക്കെ പറഞ്ഞു തുടങ്ങി, മനഃശാസ്ത്രപരമായ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി, മെൻ്റലിസ്റ്റ് എന്നുള്ള ഒരു ടൈറ്റിൽ. അപ്പോൾ അത് ടോട്ടലി ആളുകൾ തെറ്റിദ്ധാരണ വരുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മിറാക്കിൾ ബസ്റ്റർ എന്നും കൂടെ അറിയപ്പെടുന്ന ആളാണ്. കാരണം ഈ സിദ്ധന്മാരും ആൾദൈവങ്ങളും പ്രയോഗിക്കുന്ന ട്രിക്കുകൾ അതെങ്ങനെയാണെന്ന് പബ്ലിക്കിന് പറഞ്ഞു കൊടുക്കേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്തമായിരുന്നു. അപ്പോൾ അത് അവരെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് പഠിക്കേണ്ടിയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അത് പഠിച്ചതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതും. അതുപോലെ നമ്മൾ ഈ കൈനോട്ടക്കാരെ കാണാറുണ്ടല്ലോ. അപ്പോൾ ചില സംഭവങ്ങളൊക്കെ ഇവരിങ്ങനെ നമ്മളെ ഒറ്റ നോക്കി പറയുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ വണ്ടടിച്ചു പോലും അവരുപയോഗിക്കുന്ന ഭാഷ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നതല്ല. മീൻസ് എന്താണെന്ന് വെച്ചാൽ അവർ ഇപ്പോഴും 10 രൂപയ്ക്കോ 20 രൂപയ്ക്കോ 50 രൂപയ്ക്കോ ഇരിക്കുന്ന ആളുകളാണ്. അത് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് ചെറിയൊരു ഇത് കൊടുത്തിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തോളൂ എന്ന് തന്നെ ഞാൻ പറയാറുള്ളൂ. കാരണം അവരുടെ അടുത്തൊന്നും പോയിട്ട് നമ്മൾ ഇത് വലിയ തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായൊരു നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ അതിലും വലിയ ആളുകൾ ഒരുപാട് പേരുണ്ട്, നമ്മൾ പൊളിച്ചെടുക്കേണ്ടത് അങ്ങനെയുള്ള ആളുകളാണ്. ഇവർ ഇപ്പോഴും പല സ്ഥലങ്ങളിൽ ഇരുന്ന് അവരുടെ ഭാവി തന്നെ അവർക്ക് അറിയില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ അവരുപയോഗിക്കുന്ന ഒരു ഭാഷ അത് നിങ്ങൾ അറിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കയ്യിൽ നോക്കിയിട്ട് പറയും കടൽ കടക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്നുള്ള അങ്ങനെയൊക്കെയുള്ള ഭാഷയാണ് അവർ ഉപയോഗിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടില്ലേ? കൃത്യമായിട്ട് ഇന്ന് പറയുക എന്നുള്ളതല്ല. അപ്പം നമ്മൾ കണക്ട് ചെയ്യും, അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇന്ന ഒരു വിസ വരാനുണ്ട് അല്ലെങ്കിൽ കടൽ കടന്നിട്ടുണ്ടല്ലോ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഓക്കെ, ആ ചിന്തകൾ നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ അവർ പറയുന്ന ആ വാക്കുകൾ, ഭാഷ, അത് നമ്മുടെ ജീവിതവുമായിട്ട് നമ്മൾ തന്നെ അങ്ങോട്ട് കണക്ട് ചെയ്ത് റിലേറ്റ് ചെയ്തിട്ട് അത് ഓക്കെ ആക്കി എടുക്കുന്നതാണ് ചെയ്യുന്നത്. ഞാൻ വണ്ടർ അടിച്ചു പോയത് ഞാൻ കഴിഞ്ഞ ഒരു 2 വീക്സ് മുമ്പ് ടെമ്പിളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇതേപോലെ ഒരു കൈനോട്ടക്കാരി ഒരു അമ്മ
ഇതുപോലെ എന്നെ കണ്ട് എൻ്റെ ഫേസ് നോക്കിയിട്ട് സ്പോട്ടിൽ പറഞ്ഞു ഇതുപോലെ നിങ്ങളൊരു പുതിയ വാഹനം വാങ്ങാൻ പോവാണ് ഈ മാസം എന്ന്. സത്യം പറഞ്ഞാൽ ഞങ്ങളപ്പോൾ ഈ മാസം വാഹനം വാങ്ങാൻ വേണ്ടിയിട്ട് ഇരിക്കുക, നമ്മൾ അതൊക്കെ റെഡിയാക്കി. അപ്പോൾ ഞാൻ ഇവർക്ക് ഇതെങ്ങനെ മനസ്സിലായി നമ്മൾ വാഹനം വാങ്ങാം? അപ്പം ഞാൻ ശരിക്കും വണ്ടറായിപ്പോയി, ഇവർക്ക് ഇതെങ്ങനെ മനസ്സിലായി? ജസ്റ്റ് നമ്മളെ ഞാൻ ചോദിക്കട്ടെ, അന്ന് അവർ പറഞ്ഞതിൽ നിങ്ങളുടെ ബ്രെയിനിലുള്ളത് ആ ഒരു കാര്യം മാത്രമല്ല, വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അത് സംഭവിക്കാൻ പോകുന്ന ആ ഒരു കാര്യമല്ല ഇപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇവർ ജസ്റ്റ് ഇതുവർ ഇത്രേ പറഞ്ഞുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് മാത്രം കേട്ടിട്ട് ഞാൻ ഇങ്ങ് വന്നു. അവരുടെ കയ്യിൽ ഗൂഗിൾ പേ അത് മാത്രമേ കേട്ടുള്ളൂ. അപ്പോൾ ഇവർ ഇത് മാത്രം എന്നോട് പറഞ്ഞു. അപ്പോഴേ വണ്ടറടിച്ചു ഇതെന്താ സംഭവം. അപ്പോൾ ഈ ഒരു സംഭവം ഇവർക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ അങ്ങനെ ആലോചിച്ചു, എന്തെങ്കിലും സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ആണ്, എങ്ങനെ മനസ്സിലായി എന്നുള്ളത്. അല്ല, അപ്പൊ അത് എങ്ങനെയായിരിക്കും അത് പോസിബിൾ? അതിന്റെ സാധ്യതയാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പോ ഇത്തരത്തിലൊരു 10 പേരെടുത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി 9 പേരും പറയുന്നത് ഞങ്ങളുടെ പറഞ്ഞിട്ട് അത് വെറുതെ നടന്നൊന്നുമില്ല എന്ന് പറയുന്ന ആളുകളുണ്ടാവും. എന്നാൽ ഈ പറഞ്ഞ ഒരാള് ഇതിപ്പോ നിങ്ങളിപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിപ്പോൾ ഇതിലൂടെ കാണുന്ന ആളുകൾ പറയും, കണ്ട വിശ്വാസമുള്ള കുറേ ആളുകൾ ഇതിനകത്ത് ഇപ്പോൾ അനുഭവമുള്ള ആളുകളുണ്ടാവും. ഇപ്പോൾ ഇത് വീഡിയോ നിങ്ങൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കാണുന്ന 10 പേരിൽ ചിലപ്പോൾ 3 പേർക്ക് ഈ അനുഭവം ഉണ്ടാവും. അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യും, ശരിയാണ്, അത് കൈനോട്ടക്കാർ കറക്റ്റായിട്ട് പറയുന്നു പറയും. ബാക്കി 7 പേര് എതിർക്കും, കാരണം അവർക്ക് അനുഭവം ഉണ്ടാവില്ല. അപ്പോൾ അത് തന്നെയാണ്. അപ്പോൾ അനുഭവം വരുമ്പോൾ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യും, നിങ്ങൾ മൗത്ത് പബ്ലിസിറ്റിയിൽ പറയും. ഇപ്പോഴും നിങ്ങൾ പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ അത് നിങ്ങളുടെ ബ്രെയിനിൽ ആ ഒരു കാര്യം മാത്രം ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. പക്ഷേ റിയൽ എന്താണ് അവർ ഉപയോഗിച്ച ഭാഷ എന്നറിയണമെങ്കിൽ കൃത്യമായിട്ട് ഞാൻ അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഒരു നിങ്ങളുടെ ഭാഷ ഉപയോഗിച്ച ഭാഷ വെച്ചിട്ടാണ് ഞാൻ ഇമാജിൻ ചെയ്യുന്നത്, കേൾക്കുന്ന ആളുകൾ ഇമാജിൻ ചെയ്യുന്നത്. പക്ഷെ അവർ ഉപയോഗിക്കുന്ന ഭാഷ ഇതൊന്നും ആയിരിക്കില്ല. ഇത്തരക്കാരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഒരു കോള് റെക്കോർഡ് ചെയ്യാം, മീൻസ് അതായത് മൊബൈൽ ഫോണിൽ ഒരു റെക്കോർഡ് ചെയ്ത് വെക്കുക, ഇവരുടെ സംസാരം ഫുൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഇത് കഴിഞ്ഞിട്ട് ഒന്നിരുന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ചിലപ്പോൾ ആ സമയത്ത് നമ്മുടെ അത് മാത്രം ഒന്ന് ഇതായതാണ്. അതെ അതെ, നമ്മുടെ മൈൻഡിലും കൂടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് കൊണ്ട് ഇത് ഞങ്ങളും അപ്ലൈ ചെയ്യാറുള്ള കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഈ ഒരു സംഭവത്തിന്റെ തന്നെ മാജിക്കിന്റെ ട്രിക്സ് പുറത്ത് പറയരുത് എന്നാണല്ലോ ഈ മജീഷ്യൻസ് അതങ്ങനെ പുറത്ത് പറയാറില്ലല്ലോ പൊതുവെ. അപ്പോൾ ഈ മെന്റലിസത്തിന്റെ ആണെങ്കിലും ഇതിന്റെ ഒരു മിറാക്കിൾസ് റിവീൽ ചെയ്യുന്ന സമയങ്ങളിൽ അപ്പോൾ അത് നിങ്ങളെ തന്നെ ബാധിക്കുന്ന ഒന്നല്ലേ? അല്ല, അത് സത്യത്തിൽ ഇന്നിപ്പോൾ മാജിക്കിൻ്റെ നമ്മളിപ്പോൾ ഏത് ട്രിക്കാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. ഇനിയിപ്പോൾ അറിയാത്ത ട്രിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് യൂട്യൂബിൽ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ട്രിക്ക് നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ മിസ്റ്ററി നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ മെൻ്റലിസത്തിൻ്റെയും കുറേശ്ശെ ആയിട്ട് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൂടിപ്പോയാൽ ഇനിയിപ്പോൾ 2-3 വർഷത്തിനുള്ളിൽ അതും ഏകദേശം ഇല്ലാതെയാവും. പിന്നെ ഇതിൻ്റെ എല്ലാം അവതരണമാണ് ഇതിൻ്റെ ഒരു ജീവൻ എന്ന് പറയുന്നത്. ഈ കലയുടെ മാജിക് ആയിക്കോട്ടെ മെൻ്റലിസം ആയിക്കോട്ടെ, നമ്മൾ ഏത് രീതിയിൽ ഇത് പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും ആളുകളെ എൻ്റർടൈൻ ചെയ്യുന്നതിന് വേണ്ടി. അവിടെ എന്താ പറയുക, ഈ ഒരു ട്രിക്ക് റിവീലായി എന്നുള്ളത് കൊണ്ട് നമ്മുടെ പ്രസൻറ്റേഷൻ നല്ലതാണെങ്കിൽ ആളുകൾ അത് കാണും, ആസ്വദിക്കും. ഈ എന്താ പറയുക ഇൻവെസ്റ്റിഗേഷൻസ്, അങ്ങനെ പോലീസിനെ അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു സംഭവം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? അതിന് പോലീസുകാർക്ക് അല്ലാതെ തന്നെ അതിനുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ മെന്റലിസ്റ്റിന്റെ സഹായമൊന്നും അവർക്ക് നമ്മൾ മൂവീസിലൊക്കെ ഇങ്ങനെ കാണാറുണ്ടല്ലോ, അതായത് ഈ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് ഈ ഹിപ്നോട്ടിസം ഒക്കെ ചെയ്യുന്നതും അങ്ങനെ ഒരു സംഭവങ്ങൾ അപ്പോൾ റിയൽ ലൈഫിൽ എപ്പോഴെങ്കിലും കേട്ടിട്ടോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടോ ഉണ്ടോ? എപ്പോഴും ഇത് നമുക്ക് തെളിവുകളാണ്, ശരിക്കും നിയമം അറിയാലോ, തെളിവുകളാണ് വേണ്ടത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിപ്നോട്ടിസം ഒക്കെ ഒരു കാലത്ത് അതൊക്കെ ഉപയോഗിച്ചിരുന്നു, പക്ഷെ ഇന്ന് അതൊന്നും ചെയ്യുന്നില്ല. അതൊക്കെ പല ലോകരാജ്യങ്ങൾ തന്നെ പലരും അത് കർശനമായിട്ട് നിരോധിച്ചിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം അതിൻ്റെ റീസൺ അതാണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിപ്പോൾ ഞാൻ ഹിപ്നോട്ടിസത്തിന് വിധേയമാക്കിയാൽ നിങ്ങളുടെ പെർമിഷൻ വേണം. നിങ്ങളതിന് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അഭിനയിക്കാലോ, ഞാൻ ഹിപ്നോട്ടിസത്തിലാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിരപരാധിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞൂടെ? നിങ്ങൾക്ക് അത് മനസ്സിലാവോ നമ്മൾ അഭിനയിക്കുന്നതാണോ അതോ റിയൽ ആണോ? മനസ്സിലാവും. പക്ഷേ ഇപ്പോൾ ചില ആളുകളുണ്ട്, ഇപ്പോൾ ഭയങ്കര ക്രിമിനൽസ് ആയിട്ടുള്ള ഇത് തന്നെ ജന്മന ആ ഒരു ക്രിമിനൽ വാസനയുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരില്ല. ഇപ്പോൾ ഈ അടുത്ത് അതേ രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. കാരണം ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണ്. അപ്പോൾ അവർ 2 പേരും ഒരുമിച്ച് ഒരു റൂമിൽ താമസിക്കുന്നതായിരുന്നു. അപ്പോൾ ഒരാളുടെ 5000 രൂപ കളവ് പോയി. അത് കൂടെ താമസിക്കുന്നവനാണ് എടുത്തത് എന്നുള്ളത് അവന് നല്ല ബോധ്യമുണ്ട്. ബട്ട് ഇവൻ എന്ത് ചെയ്താൽ സമ്മതിക്കാൻ തയ്യാറല്ല. പക്ഷെ അത് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടും അവനത്, പക്ഷെ അത് ആളുകൾക്ക് പോലും കൺഫ്യൂഷനായി പോയി. അത് എൻ്റെ അടുത്ത് തന്നെ സ്ഥലമായതുകൊണ്ട് ജസ്റ്റ് ഞാനും അവിടെ പോയിരുന്നത് അറിഞ്ഞപ്പോൾ പോയ വലിയ ബഹളമായി സംഭവം. അവിടെ ഞങ്ങൾ നിൽക്കുമ്പോഴും ഇവൻ എന്ത് ചെയ്താൽ അവൻ സമ്മതിക്കുന്നില്ല. കാരണം അത് അവൻ്റെ ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊന്നും നമുക്ക് പിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവൻ ഫൈറ്റ് ചെയ്ത് നിന്നവനവിടെ. നമ്മൾ ഈ സ്റ്റേജ് ഈ പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കാണുമല്ലോ, അപ്പോൾ ഈ വീഡിയോസിലൊക്കെ കാണുമ്പോൾ മനസ്സിലാവാറുണ്ടോ എപ്പോഴെങ്കിലും ഇത് ഫേക്ക് ചെയ്യുകയാണ്? ഒരുപാട് ഫേക്ക് കണ്ടിട്ടുണ്ട്. എന്നാൽ റിയൽ ഉണ്ട് കേട്ടോ. അതിപ്പോൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ എനിക്ക് കൃത്യമായിട്ട് ആ വീഡിയോ എടുത്ത് കാണിച്ചിട്ട് പറയേണ്ടി വരും, ഇത് ഫേക്ക് ആണ്, ഇത് ഫേക്ക് ആണ്. ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, ധാരാളം കാണുന്നുണ്ട്. ഏതെങ്കിലും ഇങ്ങനെ നോട്ടബിൾ ആയിട്ട് വെച്ചിട്ടുണ്ടോ ഇത് ഒട്ടും റിയൽ അല്ല? ഇഷ്ടം പോലെ, 1-2 അല്ല, ഒരുപാടുണ്ട്. ഇന്നത് എന്നുള്ള രീതിയിൽ നമുക്ക്
നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ആ ഒരു സിനാറിയോ മാത്രം പറഞ്ഞാൽ ഇത് തന്നെ മരിച്ചുപോയ ആളെ കാണിക്കുന്നത് തന്നെ ഈ പറഞ്ഞ രീതിയിൽ തന്നെ അഭിനയിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്ന് കരുതി റിയൽ ആയിട്ട് ചെയ്യാൻ പറ്റുമോ അത്? പക്ഷെ ചെയ്യുന്ന ആളുകളുണ്ട്, പക്ഷെ ഫേക്ക് ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, ഒരുപാടുണ്ട്. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് എല്ലാവരിലും വർക്കൗട്ട് ആവില്ല. ഇപ്പം നമ്മൾ ചെല്ലുന്ന ഇപ്പം നിങ്ങൾ തന്നെ അതിന് സാക്ഷിയായിരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഹിപ്നോട്ടിസം ഷോയിലോ അല്ലെങ്കിൽ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കി അറിയാൻ പറ്റും. എല്ലാവരും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ഒരുപാട് ആളുകൾ ഇന്റർവ്യൂ എടുക്കുന്നതല്ലേ, അപ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. എല്ലാവരും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെ 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 അതെ. ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഫോണൊന്നും കയ്യിലില്ലാണ്ട് തന്നെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ സെൽഫി എടുക്കുന്ന പോലെ കാണിക്കുന്നു. അപ്പോൾ അവർ വന്നത് ഇങ്ങനെ കാണുന്നു. ഞാൻ ഇങ്ങനെ വണ്ടർ അടിച്ചിരുന്നിട്ടുണ്ട്, ഇതിങ്ങനെ ഇവർക്കിത് കാണാൻ പറ്റുന്നത്. കാരണം എന്നെ ഒരു തവണ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തപ്പോൾ എൻ്റെ മൈൻഡ് ഒട്ടും അതിലോട്ട് പോകുന്നില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് കറക്റ്റ് അതെ, എനിക്ക് അതുകൊണ്ട് ഒട്ടും പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ കുറെ തവണ നോക്കിയപ്പോഴും എന്റെ മൈൻഡിനെ അത് 2-3 പേരെ നോക്കി അന്നേരം ആരും പറ്റിയില്ല. അല്ല, ഇത് ഈ പറഞ്ഞ എഫക്റ്റുകൾ എന്തും നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ബ്രെയിനിൽ നമ്മളൊരു കൺഫ്യൂസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയിട്ട്, അതായത് തൊട്ടടുത്ത് നിൽക്കുന്ന ഹിപ്നോട്ടിസ്റ്റ് നൽകുന്ന സജഷൻസ് സ്വീകരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ എന്താണോ പറയുന്നത് അതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും കുറേ സമയത്തേക്ക്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഇതാണ് ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അതാണ്. പിന്നെ പലരും ഇപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസർ അതാണ്. അതായത് പലരും ഇത് പഠിക്കുന്നത് തൻ്റെ മുൻപിലിരിക്കുന്ന ആളെ അല്ലെങ്കിൽ തനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ മൈൻഡിലുള്ളത് അറിയാം, അല്ലെങ്കിൽ അത് അറിയണം, അല്ലെങ്കിൽ കുറച്ച് ആളുകളുടെ മൈൻഡിലുള്ളത് എനിക്കൊന്ന് അറിയണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ യാത്ര ചെയ്ത് വരുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കാറ് എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ കൈ കാണിച്ച് നിർത്തി. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട്, എടാ നീ മെൻ്റലിസം പഠിപ്പിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ എനിക്കൊന്ന് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ റീസൺ ഞാൻ ചോദിച്ചാൽ എന്താ നിനക്കിപ്പോൾ പെട്ടെന്ന് പഠിക്കാൻ? കാരണം ഇത് ഈ മേഖലയായിട്ട് യാതൊരു ബന്ധമുള്ള ഒരാളേ അല്ല. അപ്പോൾ പുള്ളി പറഞ്ഞ കടയിൽ വരുന്ന ആളുകൾ കള്ളന്മാരാണെന്ന് അറിയാൻ വേണ്ടിയാണ്. പുള്ളിയുടെ കടയിൽ സാധനം വാങ്ങാൻ വരുന്ന ആള് കള്ളന്മാരാണോ എന്ന് അറിയാൻ വേണ്ടിയാണ്, മനസ്സിലുള്ളത് അറിയാൻ വേണ്ടിയാ. അപ്പോൾ അദ്ദേഹം അതിനിപ്പോൾ 1000 രൂപയോ 2000 രൂപയോ 10000 രൂപയോ കൊടുക്കാൻ ആരെങ്കിലും പറയണം ഞാൻ പഠിപ്പിച്ച് തരാം എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം അതിൽ പോകാൻ തയ്യാറാവും. ഞാൻ ഇങ്ങനത്തെ കമന്റ്സ് കണ്ടിട്ടുണ്ട്, എനിക്കും ഇത് പഠിക്കണം, ഗേൾ ഫ്രണ്ടിന്റെ മനസ്സറിയാനാ, അതുപോലെ ഹസ്ബൻഡിന്റെ ഇത് അറിയാനാ, വൈഫിന്റെ അറിയാനാ. അങ്ങനത്തെ ചിന്തയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടുള്ളൂ. അങ്ങനത്തെ ഒരു സംഭവം അല്ലത്. അത് തെറ്റായ ധാരണയാണത്. ശരിക്കും ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ള നിലയിൽ ഇപ്പോൾ വൈഫായിട്ടൊക്കെ ആണെങ്കിലും ഇത്ര വർഷമായിട്ട് നിങ്ങൾ ഒരുമിച്ചിരിക്കുക, അപ്പം നന്നായിട്ട് മൈൻഡ് അറിയാവുന്ന ഒരുമിച്ചുള്ള ആളാണ്. അപ്പോൾ വൈഫിൻ്റെയൊക്കെ മനസ്സ് ഇതുപോലെ മൈൻഡിൽ പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമോ? അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ചോദിക്കാം. ഞാൻ പറഞ്ഞില്ല, ആക്ച്വലി ഇത് നമ്മളങ്ങനെ മനസ്സിലുള്ള കാര്യം മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതല്ല. ശരിക്കും സിമ്പിൾ ബോഡി ലാംഗ്വേജ് കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ, ബോഡി ലാംഗ്വേജ് നമ്മൾ പിന്നെ നമുക്ക് അറിയാലോ അതെങ്ങനെയാണ്, എന്താണ് ക്യാരക്ടർ എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. എനിക്ക് എന്തെങ്കിലും ഏറ്റവും വലിയ ഡൗട്ട് ആയിരുന്നു, അതായത് ഈ മെന്റലിസ്റ്റുകൾ നമ്മൾ യൂഷ്വലി ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആണെങ്കിൽ അത് നോർമലായിട്ട് പോകുന്നത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ മൈൻഡ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, അങ്ങനെ നിങ്ങൾ കരുതുന്നത് അത് തെറ്റായ ഒരു ചിന്തയാണത്. അങ്ങനെ നിങ്ങളുടെ മൈൻഡ് കൃത്യമായിട്ട് അതൊന്നുമല്ല. നമ്മൾക്കിപ്പോൾ ഒരാളുടെ നിങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ ഒരു ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്, സുഹൃത്തിന്റെ ഒരു സ്വഭാവം എന്താണ്, അന്ന് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാൽ അവന് ഇഷ്ടപ്പെടും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണിത്. അതല്ലാതെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതൊന്നുമല്ല. അത് അർത്ഥമാക്കുന്നതല്ല. ഇപ്പോൾ ഒരു ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ക്യാരക്ടർ എന്താണ്, അത് ഏത് തരം സ്വഭാവക്കാരനാണ് എന്നുള്ളത് മനസ്സിലാക്കി എടുക്കാം എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു സിദ്ധൻ്റെ അടുത്ത്, ഇപ്പോൾ ആദ്യകാലങ്ങളിൽ ഇവരാണത് അപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞല്ലോ ഞാൻ. ഇപ്പോൾ ഒരു സിദ്ധൻ്റെ അടുത്ത് നിങ്ങൾ ഒരു പ്രശ്നപരിഹാരത്തിനായിട്ട് ചെല്ലുമ്പോൾ മനുഷ്യന് കോമൺ ആയിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്, എന്തൊക്കെ ചെയ്തിട്ടും ബിസിനസ് ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ട്, പിന്നെ ഫാമിലിയിലുള്ള കുടുംബ പ്രശ്നങ്ങൾ, പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ രോഗം. ഇങ്ങനെയുള്ള ഈ 3-4 കാര്യങ്ങളാണ് കോമൺ ആയിട്ട് ഒരു മനുഷ്യനുള്ളത് എന്ന് പറയുന്നത്. പ്രശ്നങ്ങൾ അവരുടെ ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവരുടെ ഒരു എക്സ്പീരിയൻസ് കൂടിയാണ്. ഇപ്പോൾ ഒരു ഞാനിപ്പോൾ സിദ്ധനായിട്ട് ഇരിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് വരുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ ഇത് തന്നെയാണെന്നുള്ളത് അറിയാം. ഈ പ്രശ്നങ്ങൾക്കേ വരുന്നുള്ളൂ ആളുകൾ. അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് കുറേ ആളുകളെ കാണുമ്പോൾ ഇയാൾക്ക് തന്നെ ഒരാൾ വരുമ്പോൾ അയാളൊന്ന് കൈയൊന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലാവും ഇയാൾ വന്നിരിക്കുന്നത് എന്ത് പ്രശ്നത്തിനാണ് എന്നുള്ളത്. അത് അയാളുടെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇത്രയും അധികം ആളുകളെ നിരന്തരം അയാളുടെ അടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളെ കണ്ട് മനസ്സിലാക്കി എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അയാളത് കൃത്യമായിട്ട് പറയുന്നത്. അയാളപ്പോൾ ചില എന്താ പറയുക, പിടിപ്പും തൊങ്ങലും ചേർത്ത ഭാഷയിലൂടെ ഇങ്ങനെ പറയും, ജോലിയിൽ ഇങ്ങനെ പ്രശ്നമാണല്ലേ എന്നൊക്കെ അങ്ങനെ പറഞ്ഞാൽ ആ ഒരു വാക്ക് മതി ഇവർക്ക് എൻ്റെ എല്ലാം മനസ്സിലാക്കിയെടുത്തു എന്നുള്ള ചിന്ത വരാനായിട്ട്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.